മൺട്രോത്തുരുത്തെന്ന് കേട്ടിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ ഇപ്പോൾ വരാൻ പറ്റി. ഞങ്ങൾ ശരിക്കും വൈകുന്നേരമാണ് ഇവിടെ വന്നത്. നല്ലൊരു അടിപൊളി ചായക്കടയായി കാണുന്നത്. ഞങ്ങൾ വന്നിറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ഈ ചായക്കടയിലോട്ട് കയറി. ഈ കട കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. കടയിലെ അലങ്കാരങ്ങളും അതിലും ഗംഭീരം. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പടർന്നു കിടക്കുന്ന ചെടിയും പിന്നെ കാലിക്കുപ്പികൾ അവർ കളയാതെ അത് വേണ്ട വിധം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കുപ്പികൾ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കുപ്പികളാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. കോട്ടയത്തെ കാട്ടാമ്പാക്കുള്ള തമ്പിച്ചേട്ടൻ്റെ കട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് നല്ല സൂപ്പർ ചൂട് പഴംപൊരി കഴിക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ ഇലയുടെയും കഴിച്ചു. അതും നല്ലതായിരുന്നു. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റും ഉണ്ട്. ഇവിടെ പരിസരം വൃത്തികേടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും സോണിയും ചാച്ചനും കൂടി ഇങ്ങ് ഈ ബോട്ടിംഗ് സൈഡിലോട്ട് പോന്നു. എന്തായാലും ഞങ്ങൾ ബോട്ടിങ്ങിന് കയറുന്നില്ല. ഞങ്ങൾക്ക് അധികം സമയമില്ലാത്ത കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം ബോട്ടിങ്ങിന് കയറുന്നില്ല. ഇനിയും അടുത്ത വിഷുവിനായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം പപ്പയും മമ്മിയും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ വന്ന് ബോട്ടിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുക. ഇതോ അങ്ങ് ദൂരെ നിന്ന് വരുന്ന ഒരു ബൗബൗ സാർ. ഈ പോകുന്നത് കുഞ്ഞൊരു റോഡാണ് കേട്ടോ. ശരിക്കും പകുതി വെള്ളം കയറിയിട്ടുണ്ട്. ഈ കണ്ടൽക്കാടുകൾക്ക് അപ്പുറത്തൂടെ അവിടെ ബോട്ടിങ് നടക്കുന്നുണ്ട്. ഇരു സൈഡിലും കണ്ടൽക്കാടുകളാണ്. അങ്ങോട്ടൊന്നും പോകാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വീഡിയോ എടുത്തുള്ളൂ.
അങ്ങനെ ഉണ്ണിക്കുട്ടൻ എത്തിയിരിക്കുന്നു. നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടിൽ ഉണ്ണിയെ പറ്റിക്കാൻ വേണ്ടി കയറ്റി ഇരുത്തിയിട്ടുണ്ട് ഉണ്ണിയുടെ പേപ്പർ. ബോട്ടിൻ്റെ മുതലാളി വന്ന് ബോട്ട് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഉണ്ണി ബഹളം വെച്ചു. പിന്നെ ഞങ്ങൾ വിഷയം മാറ്റി അവൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് അമ്മയുടെ അടുത്ത് സൗമ്യയുടെ അടുത്തും ചെന്നു.